ഈ രാജ്യത്ത് ആരും ആ വീട്ടിലോട്ട് പോകത്തില്ല. അങ്ങനെ ഒരു ആളാ അത്. പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒരു ശല്യവും ഇല്ലായിരുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. തെരുവ് നായയുടെ ശല്യം കാരണം ഈ നാട്ടിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തെരുവ് നായയുടെ രൂക്ഷമായ ആക്രമണം മൂലം ഇന്ന് ആലപ്പുഴ വലിയഴീക്കൽ കാർത്തിയാനി അമ്മയ്ക്ക് ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് തെരുവ് നായ്ക്കൾ ഈ അടച്ചുറപ്പുള്ള ഈ വേലി പൊളിച്ചുകൊണ്ട് ഇവിടെ കിടന്നുറങ്ങിയിരുന്ന കാർത്തിയാനി അമ്മയെ ആക്രമിക്കുകയും അവരുടെ മുഖത്ത് സാരമായി പരിക്കേൽക്കുകയും കണ്ണിന് പരിക്കേൽക്കുകയും അങ്ങനെ അന്ത്യം സംഭവിക്കുകയുമാണ് ഉണ്ടായത്. ഇവരുടെ തൊട്ട് പുറകിൽ കാണുന്നതാണ് ഈ കാർത്തിയാനി അമ്മയുടെ മകൻ താമസിക്കുന്ന വീട്. ഈ വീട് പൂട്ടി ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കായി മോൻ പോവുകയും തിരികെ വൈകുന്നേരം 5:45 മണിയോടെ ഈ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോഴാണ് ഈ ഷെഡിൽ ഈ കട്ടിലിൽ അമ്മ ചോരയിൽ കുടിച്ച് കിടക്കുന്ന ദൃശ്യം കാണുകയും ആ സമയത്ത് തന്നെ അമ്മ മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും എന്താണ് ഈ വീട്ടുകാർ ഈ വീട് പൂട്ടി പോയതിനെ പറ്റിയുള്ള സംശയങ്ങൾ പോലീസിൽ ബാക്കി നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ പോലീസ് സ്ഥലത്തെത്തി, ഫോറൻസിക്കിൻ്റെ ആളുകൾ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി വരികയാണ്. ഇവിടെ കിടക്കുന്ന ഇവർ വളർത്തുനായെ കടിച്ചിട്ട് ശേഷമാണ് ഈ തെരുവ് നായ്ക്കൾ ഈ അമ്മയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വളരെയധികം അടച്ചുറപ്പുള്ള ഒരു സ്ഥലമായിട്ട് പോലും ഈ തെരുവ് നായ്ക്കൾ ഉള്ളിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണെന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ പരിസര പ്രദേശത്തുള്ള കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ വലിയധികം ആക്രമണങ്ങളും ശല്യവും കാരണം ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. ഞങ്ങളെ കാണുന്ന ആളുകൾ, ഈ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ, നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ തെരുവ് നായ ശല്യത്തെ കുറയ്ക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ തെരുവ് നായ ശല്യം അതിരൂക്ഷമാണ്. ഈ പ്രദേശം ഉണ്ട്, നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് ചുറ്റ് നല്ല രീതിയിൽ വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലിയെല്ലാം പൊളിച്ചു അടുക്കിക്കൊണ്ടാണ് ഇത്രയും അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്തേക്ക് ഈ തെരുവുനായ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ആളുകൾക്ക് ഈ തെരുവുനായയുടെ എത്രത്തോളം ആക്രമണം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത്ര അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്താണ് ഈ തെരുവുനായ ആക്രമണം നടത്തിയെങ്കിൽ നമ്മൾ തെരുവോരങ്ങൾ, നമ്മുടെ കുട്ടികൾ, അമ്മമാർ, പ്രായമുള്ള ആളുകൾ നടക്കുമ്പോൾ തെരുവുനായ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ വിഷയം വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി. അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇത്തരം ആക്രമണങ്ങളെ നിലക്ക് നിർത്തുവാൻ, അല്ലെങ്കിൽ ഈ തെരുവുനായയുടെ ശല്യം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ആരെങ്കിലുമൊക്കെ പ്രതികരണം നമുക്ക് ചോദിച്ച് വരാം. അത്തരത്തിലുള്ള പ്രതികരണം വന്നതിന് ശേഷം നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അമ്മ എപ്പോഴാണ് ഞാൻ അറിഞ്ഞത്? വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഞാനൊരു ജോലിക്ക് പോകുന്ന വെളുപ്പം കാലത്ത് ഞാൻ ഇറങ്ങിപ്പോവും. പോയിട്ട് ഞാനൊരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ ഇന്ന് വന്നപ്പോൾ 1:30 അപ്പോൾ അങ്ങനെ വന്ന് ഒരു 3-3:30 ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന പോലെ അവിടുത്തെ തള്ളയെ പട്ടി കടിച്ചെന്നത്. പട്ടിയുടെ ബഹളം കേൾക്കുന്നുണ്ട്, അതെപ്പോഴും കേൾക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അവിടെ സഹകരണം ഇല്ലല്ലോ, ആരും അങ്ങനെ സഹകരിക്കത്തൊന്നുമില്ല. അത് കാരണം ഒരിടത്തുകാരും എത്തിപ്പത്ത് നോക്കത്തില്ല. എപ്പോഴും വഴക്കും തെറിവിളിയൊക്കെ അവിടെ. അത് കാരണം ആരും നോക്കത്തില്ല അങ്ങോട്ട്. ഇല്ലായിരുന്നു, കുറച്ച് നാൾ തള്ള ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ തള്ള അങ്ങ് കൊണ്ടാക്കിയായിരുന്നു ആരുടെയോ ബന്ധുക്കാരുടെ വീട്ടിൽ. അതറിയത്തില്ല, നമുക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയൊന്നും. പോയില്ല. എല്ലാം ആ തള്ളയെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വിവരം അറിയുന്നത്. തള്ള തന്നെ ഉള്ളായിരുന്നു. ഒരു ബന്ധവും ഇല്ല, അവര് ആരുമായിട്ട് സഹകരണമില്ല, മിണ്ടത്തും പറയത്തും ഒന്നുമില്ല. ഒരു ശല്യം പട്ടികളെ കൊണ്ട് ഇപ്പൊ വരെ ഇല്ലായിരുന്നു. പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒരു ശല്യവും ഇല്ലായിരുന്നു. കാറുകാരുടെ പറയുന്ന പറിച്ചോണ്ട് പോകുന്നേ ഉള്ളു, അല്ലാതെ കാൽനട യാത്രക്കാർക്കും ഒരു ശല്യവും ഇല്ലായിരുന്നു. ഇതെന്ത് സംഭവിച്ചാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവരുടെ വീട്ടിലെ പട്ടി തെരുവ് നായെ കടിച്ചു പൊട്ടിച്ചെന്ന് പറയുന്നു. ഈ വേലിയുടെ ഊട്ടേ കൂടെ ഒരു നായ അകത്തോട്ട് കൊണ്ടായിരുന്നു. ആ പട്ടിയാണ് ഈ തെരുവ് നായെ കടിച്ചു പറിച്ചത്. അമ്മ കുറച്ചു നാളിന് മുമ്പേ ഉണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ കൊണ്ടാക്കി. പിന്നെ അറിയത്തില്ല ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയത്തില്ല. പിന്നെ അങ്ങനെ അബോധാവസ്ഥ ഒന്നും ഇല്ല, വയസ്സായതല്ലേ, തലയ്ക്ക് ചിലപ്പോ ഓർമ്മക്കുറവ് കാണും എന്നേ ഉള്ളു, അല്ല ഒന്നുമില്ല. ആയിരിക്കും, അറിയത്തില്ല, ഞങ്ങൾ പോകത്തില്ല. ഈ രാജ്യത്ത് ആരും ആ വീട്ടിലോട്ട് പോകത്തില്ല. അങ്ങനെ ഒരു ആളാ അത്. രണ്ടുപേരും തമ്മിൽ വിഷയമാണ്, അല്ലാതെ എപ്പോഴും ഒരു മോളുണ്ട്. ആ അമ്മ എന്ന് പറയുമ്പോൾ അവിടുത്തെ അവരുടെ മോനാണ്, തള്ളയുടെ മോനാണ് അവിടെ താമസിക്കുന്നത്. ഈ മരിച്ചത് മോനും മരുമോളും കൊച്ചും, അവർ 3 പേര് 4 പേരേ ഉള്ളൂ. ഈ തള്ള ഉണ്ടായിരുന്നോന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇതിന് മുമ്പുണ്ടായിരുന്നു.
പിന്നെ അങ്ങ് പോയായിരുന്നു. ഇനിയിപ്പോൾ കൊണ്ടുവന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അറിയത്തില്ല, ഞങ്ങൾക്ക് വേലിക്കകത്തോട്ട് കയറുന്നില്ലല്ലോ. പിന്നെ വിളി വെച്ച് ഇങ്ങോട്ട് കടയിലെങ്ങാണ്ട് നിന്നവരാരണ്ടാ ഓടിക്കയറി വന്നപ്പോഴത്തേക്ക് ആ പാട് കടിച്ചു പറിച്ചിട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് പട്ടികൾ അടിയിടുമ്പോൾ ഈ തെക്കല് ചെറുക്കനൊക്കെ കല്ലെറിഞ്ഞ് ഓടിച്ചായിരുന്നു. പക്ഷേ ഏറ് കൊണ്ടത് മൊത്തം ഈ പെടലി കടിച്ചു വെച്ചിരുന്ന പട്ടിയുടെ ആയിരുന്നു, അകത്തെ പട്ടിക്കല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായി. നമ്മൾ അറിയുന്നില്ല സംഭവം. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അറിയുന്നത്, അയ്യോ ആ തള്ളയാ പട്ടി കടിച്ചതെന്ന്. ആരും ഇല്ലായിരുന്നു. വൈകുന്നേരത്താ അറിയുന്നത്. മോനും ആരും ഒന്നും ഇല്ല. ആട്ടുകാരണ്ടൊക്കെയാ കണ്ടത്. വിളിവെപ്പ് കേട്ടോണ്ട് ഓടി വന്നു. അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഈ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് അയൽവാസികളായ അമ്മമാർ വാർത്ത 24 പ്രതികരിച്ചത് നിങ്ങൾ കേട്ട് കാണും. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ഇതുവഴിയാണ് പട്ടി അകത്തേക്ക് കയറി ചെല്ലുകയും ആ അമ്മയെ ആക്രമിച്ച സംഭവം ഉണ്ടായത്. ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അയൽവാസികളുമായി യാതൊരുവിധ സഹകരണവും ഇല്ലാത്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള യാതൊരു തർക്കവുമില്ല. മകൻ ഈ വീട് പൂട്ടി ജോലിക്ക് പോയപ്പോൾ വൃദ്ധയായ മാതാവിനെ എന്തിനാണ് വെളിയിൽ താമസിപ്പിച്ചതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തട്ടെ, കൃത്യമായ രീതിയിൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരട്ടെ. അപ്പോൾ ആലപ്പുഴയിൽ പോസ്റ്റ്മോർട്ടത്തിന് നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ കൃത്യമായും ഈ മരണത്തിന് കാരണത്തെപ്പറ്റി റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് പ്രതികരിക്കാം. എന്തായാലും തെരുവുനായ ശല്യം അതിരൂക്ഷമായ രീതിയിൽ ഈ പ്രദേശമാകെ ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തിൽ നാട്ടുകാർ വലിയ അമർഷത്തിലാണ്. പക്ഷേ ആളുകളെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നായ്ക്കളെയും മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കണം, അവയൊക്കെ സംരക്ഷിക്കണം. പക്ഷേ അത് അക്രമാസക്തമാകുമ്പോൾ അവയെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകേണ്ടത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് കൃത്യമായ രീതിയിൽ ഭരണകൂടം നിർവഹിക്കേണ്ട ചുമതല അവർക്കുണ്ട്. അത്തരം കാര്യങ്ങൾ അവർ നിർവഹിക്കുന്ന പ്രതീക്ഷയിൽ ഇനി ഇത്തരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് അഴീക്കന്നും ക്യാമറമാൻ സാദിഖിനും ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.